എടപ്പള്ളി എളങ്ങള്ളൂർ സ്വരൂപം അവിടുത്തെ സന്തതി പരമ്പരയാണ് ഞങ്ങള്. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പൈതൃകം, നമ്മളുടെ ചെറുപ്പക്കാരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഹിന്ദുത്വം, സനാതന ധർമ്മത്തില് ഒരു വലിയ ഒരു മാറ്റം. ശങ്കരാചാര്യർക്ക് ശേഷം പിന്നീട് ഇദ്ദേഹമാണ് ഇവിടുത്തെ അമൃതസ്ഥാനത്തിൽ സംബന്ധിക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടി. നമസ്കാരം. ഭാരതപ്പുഴയുടെ ഉത്സവം എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ കുംഭമേള എന്ന പേരിൽ അറിയപ്പെടുന്ന മാഘമക മഹോത്സവം നടക്കുന്ന തിരുനാവായ നിളാതീരത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ എത്തിച്ചേരുന്നത് നിരവധിയായിട്ടുള്ള ജനങ്ങൾ മാത്രമല്ല, കേരളത്തിന്റെയും രാജ്യത്തിന്റെയും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നിരവധി സന്യാസി വര്യന്മാരും സന്യാസിനിമാരും എല്ലാം ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവരെല്ലാവരും നിറഞ്ഞ സംതൃപ്തിയിലാണ് ഇവിടെ നിന്ന് മടങ്ങുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പൊ നിരവധി സന്യാസിനിമാരും മാതയെ പോലെ നിരവധി സന്യാസിനിമാരും ഇവിടെ എത്തിച്ചേർന്നത്. മാത എവിടെ നിന്നാണ്? ഞാൻ എടപ്പള്ളി ദേശമാണ് ഞങ്ങളുടെ ജുനാഖാടയില് സംബന്ധിച്ച് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എടപ്പള്ളി എളങ്ങള്ളൂർ സ്വരൂപം അവിടുത്തെ സന്തതി പരമ്പരയാണ് ഞങ്ങള്. ഇപ്പോ ആദ്യത്തെ ദിവസം നിളാരതിയുടെ അന്ന് വരാൻ സാധിച്ചു. പിന്നെ ശ്രീചക്രവും മേരുവും വന്നപ്പോൾ ഇവിടെ വന്ന് സംബന്ധിച്ചു. പിന്നെ ഇന്നലെ വൈകിട്ട് വന്നു. ഇവിടുത്തെ അമൃതസ്ഥാനത്തിൽ സംബന്ധിക്കാനായിട്ടുള്ള ഭാഗ്യം കിട്ടി. പിന്നെ സന്യാസിവര്യന്മാരെ എല്ലാവരെയും കാണാനൊക്കെ ഒരു ഭാഗ്യം. ഞങ്ങളൊക്കെ പ്രയാഗിലൊക്കെ പോകാൻ വയ്യ എനിക്ക്, അപ്പൊ അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരിക്കുവാണ്. ജുനാഖാട ദീക്ഷ എടുത്ത്. അപ്പൊ അപ്പന്മാരെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണാനൊരു ഭാഗ്യം ഭഗവാൻ ചെയ്തു തന്നു. ഇവിടെ ഇങ്ങനെ കേരളത്തിന്റെ കുംഭമേളയിൽ പങ്കെടുക്കുമ്പോ എന്താ തോന്നുന്നത്? കേരളത്തിന്റെ കുംഭമേളയിൽ പങ്കെടുക്കുമ്പോ നമുക്ക് എന്തൊക്കെയോ എന്താ അതിന് പറഞ്ഞ എന്തൊക്കെ ലഭിച്ചു. നമ്മളുടെ പൈതൃകം ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പൈതൃകം, നമ്മളുടെ ചെറുപ്പക്കാരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഹിന്ദുത്വം, സനാതന ധർമ്മത്തില് ഒരു വലിയ ഒരു മാറ്റം ഒരു ഉണ്ടായി. അല്ലെങ്കിൽ ഇത്രയും ജനം ഇവിടെ വരില്ല. സ്വാമി ആനന്ദവനം സ്വാമി ഒരു നല്ല ഉറപ്പുള്ള മനസ്സുറപ്പുള്ള ഒരു അഭിഷിക്തനാണ്. അദ്ദേഹം ഒരു അഭിഷിക്തൻ തന്നെയാണ്, നമ്മുടെ മോദിജിയെ പോലെ അഭിഷിക്തൻ. ആ സമയത്ത് കേരളം ഇതിൽ പെട്ടുപോകുന്നു വന്ന സമയത്ത് മോദിജി എഴുന്നേൽപ്പിച്ചു, ആനന്ദവനം സ്വാമി എഴുന്നേൽപ്പിച്ചു. അഖാഡയിലുള്ള അകത്തിരുന്ന എല്ലാ സന്യാസിവര്യന്മാരെയും നമ്മളുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ഈ പുണ്യഭൂമിയിൽ ത്രിവേണി സമഗമല്ല, ഇവിടെ 7 നദിയാന്ന് പറഞ്ഞാൽ 7 നദികൾ ഇരിക്കുന്നിടത്ത് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും രാജരാജേശ്വരി ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇത് നടത്താൻ, ഒരു മേള മഹാമാഘമകം നടത്താനുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് മനസ്സിൽ കൊടുത്തു. അഭിഷിക്തൻ എന്ന് തന്നെ ഞാൻ പറയും. അത് കൊടുത്ത കാരണം നമ്മൾക്കെല്ലാം ഇതിൽ സംബന്ധിക്കാനും ഈ ഒരു മഹാമകത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പല ജാതീയ ആചാരങ്ങളിലേക്ക് പോയ നമ്മുടെ ഹിന്ദവര് നമ്മുടെ സനാതന ധർമ്മത്തിലേക്ക് ഒരുപാട് മടങ്ങി വരുന്നൊരു, അതാണ് നമ്മുടെ സംസ്കൃതി. നമ്മുടെ ഹൈന്ദവ സിന്ധു നദീതട സംസ്കൃതി പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ശങ്കരാചാര്യർക്ക് ശേഷം പിന്നീട് ഇദ്ദേഹമാണ് ശ്രീനാരായണ ഗുരുദേവര് വന്നു. പിന്നെ വന്നത് ഈ യുഗത്തിന്റെ അവസാന കലിയുഗത്തിന്റെ ഏറ്റവും അധികമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതലമുറയെല്ലാം നശിച്ചു പോയിരിക്കുന്ന ഈ സമയത്ത് അവർക്കൊക്കെ ഒരു ധർമ്മത്തിന്റെ മാർഗം അതില് പ്രൊമോട്ട് ചെയ്യാൻ, അവരെ പ്രൊമോട്ട് ചെയ്യാനായിട്ടാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്. അതിനകത്ത് സംബന്ധിക്കാനും ഇവിടെ കൂടി വരാനും നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞാലും എടപ്പള്ളി മഹാഗണപതി മഠത്തിലെ സന്തതി പരമ്പര എന്ന പേരിൽ വലിയ മഹാപ്രണാമം.